بسم الله الرحمن الرحيم طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. മനെ സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, അതിഥികളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ നാം ഓരോരുത്തരും സദാ പാടുപെട്ടുകൊണ്ടേയിരിക്കുക. അവനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പകർത്തി അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി അവൻ്റെ സാമീപ്യം നേടാൻ വേണ്ടിയുള്ളതായ എല്ലാ പരിശ്രമവും എല്ലാ സമയത്തിലും നമ്മിൽ നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ് എന്നത് 152 തവണ അത്തഖ്വ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് വിശുദ്ധ ഫുർഖാനുൽ അദീമിൽ ചർച്ച ചെയ്തതായ സന്ദർഭത്തിൽ കൽപ്പിച്ച ഭാഗമാണ്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നിട്ട് പകർത്താത്ത ഭാഗങ്ങൾ, പകർത്തുന്ന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പകർത്താത്ത ഭാഗങ്ങൾ പുതുതായി പകർത്തുവാനും പകർത്തിക്കൊണ്ടേയിരിക്കുന്ന ഭാഗങ്ങൾ തുടർച്ചയായി പകർത്തിക്കൊണ്ടേയിരിക്കുവാനും ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്ത ശേഷം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനും റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്നവർ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ മക്കയിലാവട്ടെ മദീനയിലാവട്ടെ ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാനും ശ്രദ്ധിക്കുക. അതിനും നമുക്ക് റബ്ബ് സഹായം നൽകട്ടെ. അതിൽ വല്ല വീഴ്ചകളും കഴിഞ്ഞ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് നമുക്ക് മാഫി ചെയ്തു തരട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ വ്യത്യസ്ത വിഷയങ്ങൾ ഓരോ മിമ്പറിൻ്റെ മീതെ നടക്കാറുള്ളതായ ഖുതുബയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സബ്ജക്റ്റ് അനുസരിച്ചിട്ട് നാം ഇവിടെ വിശദീകരിക്കാറുള്ളതാണല്ലോ. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് മക്കയിൽ ചർച്ച ചെയ്തതായ വിഷയം മദീനയിൽ ഡോക്ടർ സലാഹുൽ ബുദൈർ ചർച്ച ചെയ്തതായ വിഷയത്തോട് തുടക്കത്തിൽ തലക്കെട്ടിൽ തുല്യമുണ്ടെങ്കിലും
വിശദീകരണത്തിൽ തുല്യതയുള്ളതല്ല. തലക്കെട്ടിൽ രണ്ടുപേരും തുല്യതയുള്ളതായ വിഷയമാണ് ചർച്ച ചെയ്തത് സന്ദർഭോചിതമായിട്ട്. അഥവാ നമുക്കറിയാവുന്നതുപോലെ ഈ സന്ദർഭത്തിൽ ലീവാണ്, ഇവിടെ ഇജാസയാണ്. ലീവ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ബുധൻ രാത്രിയിൽ നടത്തിയതായ ഫാമിലി ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയതായ അൽ ഫറാഗ്, ഒഴിവ് എന്നത് റബ്ബ് നമുക്ക് നൽകുന്നതായ ഒരു അനുഗ്രഹമാണ്. റബ്ബിന്റെ വിശാലമായ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് നമുക്ക് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നാം പഠിച്ചു 2 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ. അതെന്താണ്? നമ്മെ ഈ മതത്തിന്റെ മെമ്പറാക്കി മാറ്റി, നമുക്ക് ഈ മതത്തിൽ ചേരാനുള്ള ചാൻസ് നൽകി, നാം ഈ മതത്തിൽ മതം ഉൾക്കൊള്ളാനും അതിലൂടെ ആസ്വദിക്കാനുമുള്ളതായ തൗഫീഖ് നൽകി. മറ്റുള്ളവർ അവരവരുടെ ദേവാലയങ്ങളിലേക്ക് ഐതിഹ്യവുമായിട്ട് അന്ധവിശ്വാസവുമായിട്ട് അവരെന്തെല്ലാം പേറിപ്പോകുന്ന വേളയിൽ അന്തസ്സോടെ അഭിമാനത്തോടെ അല്ലാഹു അക്ബർ എന്ന ആ മഹാ തൗഹീദിന്റെ വചനങ്ങൾ പള്ളികളിൽ വിളിക്കപ്പെടുന്ന വേളയിൽ ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ട കോടാനകോടി പള്ളികളിലേക്ക് മുസ്ലിങ്ങൾ കുതിക്കുന്നു. 5 വക്ത് സമയത്ത് അള്ളാഹുമായി സംസാരിക്കാൻ, പ്രപഞ്ചനാഥനുമായി സംസാരിക്കാൻ, അവനോട് പ്രശ്നം പറയാൻ, അവനോട് കണപേക്ഷിക്കാൻ, ഈ അന്തസ്സുള്ള ജീവിതം ജീവിക്കാൻ സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റുള്ളവർക്ക് ആർക്കും ലഭിക്കാത്തതാണ്. ആ അന്തസ്സുള്ള ജീവിതം ജീവിക്കാനുള്ള ചാൻസ് നൽകുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നിഅമത്ത്. അത് നമുക്കറിയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രീതിപ്പെട്ട് തന്നതായ മതമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ്, മുസ്ലിം ആവുക എന്ന ചാൻസ് ലഭിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം കോടാനകോടി ജനങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരിൽ. അവർക്ക് ബുദ്ധിക്ക് കുറവില്ല, അവർക്ക് ഗവേഷണത്തിന് കുറവില്ല, അവര് ചിലപ്പോൾ ആഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാരായിരിക്കാം, അവര് ചിലപ്പോൾ പല രൂപത്തിലും പുരോഗതിയിലേക്ക് എത്തിയവരായിരിക്കാം. പക്ഷേ നാം 2 ദിവസം മുമ്പ് പറഞ്ഞതുപോലെ, സാധാരണ പറയാറുള്ളത് പോലെ, മൻകാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ഭൗതിക ജീവിതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പാടുപെടുന്ന വിഭാഗം, അവരുടെ പ്രവർത്തന ഫലം, അവർ പ്രവർത്തിച്ച യത്നത്തിന്റെ ഫലം, അതിന്റെ റിസൾട്ട്, പുരോഗതിയാണെങ്കിൽ പുരോഗതി, ഭൗതിക നേട്ടമാണെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ, അതെല്ലാം അവർക്ക് ലഭിച്ചേക്കാം. മൻകാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. അത് നഷ്ടമില്ലാതെ കുറയാതെ അവർക്ക് അതിന്റെ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലൻ നാർ, അവർ ഈ ഭൗതിക നേട്ടങ്ങളിലൂടെ, ഈ ഭൗതിക നിഅമത്തുകളിലൂടെ, ഈ ആരോഗ്യത്തിലൂടെ, ഈ ഒഴിവിലൂടെ, ഈ ലീവിലൂടെ, ഈ റബ്ബ് നൽകിയതായ വിശാലമായ അനുഗ്രഹത്തിന്റെ സമുദ്രത്തിലൂടെ റബ്ബിലേക്ക് എത്താൻ അവർ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ, റബ്ബിനെ പഠിക്കാൻ, റബ്ബിനെ മനസ്സിലാക്കാൻ, ഷിട്ടാവിലേക്ക് എത്താൻ, ഷിട്ടാവിന്റെ മുമ്പിൽ തലകുനിക്കാൻ, ഷിട്ടാവിന്റെ മുമ്പിൽ ദാസത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ അത് അവരെ സഹായിച്ചിട്ടില്ലെങ്കിൽ, ലൈസ ലഹും ഫിൽ ആഖിറ, പരലോകത്തിൽ അവർക്കില്ല ഇല്ലന്നാർ, നരകമല്ലാതെ മറ്റൊന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല അവർക്ക് എന്ന് റബ്ബ് പറഞ്ഞ ശൈലി ഇവിടെ സ്മരണീയമാണ്. കാലം പറയുമ്പോൾ, കാലം എന്ന വിഷയം പറയുമ്പോൾ എന്റെ ശൈലിയിൽ അതേ സമയത്ത് മദീന ഇമാം ചർച്ച ചെയ്ത വിഷയത്തോട് ബന്ധിക്കുന്ന ഭാഗമാണ് കാലം. അള്ളാഹു ഖുർആനിൽ പലയിടങ്ങളിൽ കാലം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് സത്യവചനം ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല. നിങ്ങൾക്കറിയാം, വല്ലുഹ വല്ലൈലി വശംസി വദുഹാഹാ വൽഅസ്ർ, ഞാൻ ഓതി വെച്ചത് വൽ ഫജ്രി, ഇതൊക്കെ എന്താണ്? കാലമാണ് അല്ലേ? അള്ളാഹു കാലങ്ങളെ എന്ത് ചെയ്യുന്നു? സത്യവചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിന്റെ പ്രത്യേകത അറിയാൻ വേണ്ടി, പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി. വൽ അസ്ർ എന്ന് പറഞ്ഞാൽ അസർ ടൈം മാത്രമല്ല, മറിച്ച് വൽ അസ്ർ എന്ന് പറഞ്ഞാൽ കാലത്തെ തന്നെയാണ് സത്യം എന്നാണ് അവിടെ സത്യവചനത്തിൽ റബ്ബ് ഉപയോഗിച്ചത്. അതെ, അപ്പോൾ കാലം അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിൽ വിശാലമായ ഒരു അനുഗ്രഹമാണ്. കാലമില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ടൈമില്ലെങ്കിൽ, അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ, അള്ളാഹുവിനെ പഠിക്കാൻ, അള്ളാഹുവിലേക്ക് എത്താൻ, ഈ ഭൗതികമായ അനുഗ്രഹങ്ങളിലൂടെ ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അതിലൂടെ ഈമാൻ ആസ്വദിക്കാൻ, അതിലൂടെ ഇസ്ലാം ആസ്വദിക്കാൻ, ഈ കഴിവൊക്കെ എന്തിലൂടെ ലഭിക്കുന്നു? കാലത്തിലൂടെ ലഭിക്കുന്നു. നിങ്ങളിപ്പോൾ എന്തുകൊണ്ട് വന്നു? ടൈമുണ്ട് നിങ്ങളുടെ മുമ്പിൽ. എപ്പോൾ
ജുമാ നമസ്കാരം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയിലായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് റസൂലുള്ള നമസ്കരിച്ച പള്ളിയാണെന്ന് പറയപ്പെടുന്ന മസ്ജിദു സജദ എന്ന പള്ളിയാകുന്ന മസ്ജിദു അബീദറിലേക്ക് നിങ്ങൾ എത്തിയത് എന്തുകൊണ്ട്? എന്റെ മുമ്പിലുള്ളവരെ കുറിച്ചാണ്. നെറ്റിൽ കൂടി വീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരും കാലത്തിലൂടെ ആസ്വദിക്കുന്നു. അവർക്ക് നെറ്റിലൂടെ കാണാനും അല്ലെങ്കിൽ കേൾക്കാനുമുള്ള തൗഫീഖ് എന്തുകൊണ്ട് ലഭിച്ചു? കാലം അവരെ സഹായിച്ചത്, കാലത്തിലൂടെ അവർക്ക് ടൈം ലഭിച്ചത് കൊണ്ട് സാധിച്ചു. അപ്പോൾ കാലം എന്നത് മഹാ അനുഗ്രഹമാണ്. റസൂൽ പറയുന്നു, സംഭവം ബുഖാരിയിലാണ്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താത്തത് കാരണത്താൽ ധാരാളം ജനങ്ങൾ നഷ്ടത്തിലാണ്. കച്ചവടത്തിനോട് തുല്യപ്പെടുത്തി പറയും പോലെ, ബിസിനസിനോട് തുല്യപ്പെടുത്തി പറയും പോലെ രണ്ട് നിഅമത്ത്, ഈ രണ്ട് നിഅമത്ത്, ഒന്നാമത് രണ്ട് നിഅമത്ത് എന്ന് പറയുമ്പോൾ കേൾക്കാൻ പോകുന്ന രണ്ടെണ്ണം നിഅമത്താണെന്ന് റസൂൽ പറയാണ്. മനസ്സിലാക്കണം, അത് നിഅമത്താണ്, വരാൻ പോകുന്നത് റബ്ബിന്റെ നിഅമത്താണ് എന്ന് റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രണ്ട് നിഅമത്തിൽ അത് ഉപയോഗപ്പെടുത്താത്തത് കാരണത്താൽ അപ്പോൾ ബഹുഭൂരിപക്ഷം കസീറും മിനന്നാസ് മഗ്ബൂനീങ്ങളാണ്, നഷ്ടത്തിലാണ്. റസൂൽ പറയുന്നു ബഹുഭൂരിപക്ഷം നഷ്ടത്തിലാണെന്ന്. അല്പം പേര് മാത്രമാണ് അള്ളാന്റെ അടിമകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന രണ്ട് നിഅമത്തിലൂടെ ആസ്വദിച്ച് ഉപയോഗപ്പെടുത്തി അള്ളാഹ് ഏത് ആവശ്യാർത്ഥമാണ് ആ നിഅമത്ത് നൽകിയത് ആ ആവശ്യം നിറവേറ്റുന്നവർ എത്ര പേരാണ്? വളരെ തുച്ഛം പേര്. കസീറും മിനന്നാസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കസീറും മിനന്നാസ് എന്ന് പറഞ്ഞാൽ ധാരാളം പേര് ഉപയോഗപ്പെടുത്താത്തവര്. അതിന്റെ നേരെ വിപരീതം ഖലീലും മിനന്നാസ്. മനസ്സിലായോ? ഖലീലും മിനന്നാസ് വളരെ ചുരുക്കം പേരാണ് എന്ത്? ടൈമിന്റെ വില മനസ്സിലാക്കുന്നവർ. ഇതാരുടെ പദമാണ്? ആരുടെ വാക്കാണ്? ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമങ്ങളുന്നവരുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ്. എവിടെയാണ്? സഹീഹുൽ ബുഖാരിയിൽ. ഈ രണ്ട് സാധനം എന്താണ്? അസ്സിഹ്ഹതു വൽ ഫറാഗ്. ആരോഗ്യം, ഒഴിവ്. ആരോഗ്യം അള്ളാഹു എന്തിന് നമുക്ക് നൽകി? അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് ആരോഗ്യത്തിലൂടെ മനസ്സിലാക്കി. എത്ര പേര് കിഡ്നി വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഞാനിതാ എന്റെ കിഡ്നി ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയിടം മുതൽ ഇന്ന് വരെ 60 കൊല്ലം 50 കൊല്ലം 40 കൊല്ലം 30 കൊല്ലം അത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. ക്ലിയറാക്കേണ്ട ഭാഗം ക്ലിയറാക്കുന്നു, തള്ളേണ്ട ഭാഗം തള്ളുന്നു. അതെല്ലാം ശരീരത്തിലുള്ള സാറു അവയവങ്ങൾ. കിഡ്നി മാത്രമല്ല ഞാൻ പറയുന്നത്, അത് ബൻക്രിയാസ് ആവട്ടെ, കിഡ്നി ആവട്ടെ, ആമാശയമാവട്ടെ, ഹൃദയം അതിങ്ങനെ ചലിച്ച് പമ്പിങ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഒരാളുടെ ഹൃദയം പമ്പ് ചെയ്യാൻ നിന്റെ ഭാര്യന്റെ കയ്യിൽ കൊടുക്കുന്ന രൂപത്തിൽ, ഇതാ ഞാൻ കുറച്ച് ഉറങ്ങാൻ പോവാണ് നീതി പിടിച്ചോ എന്ന് പറഞ്ഞ് ഭാര്യനെ ഏൽപ്പിക്കുന്ന രൂപത്തിലല്ല പമ്പിങ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാര്യ ഉറങ്ങിയ ഭാര്യയും മരിച്ചു, നീയും മരിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെയല്ല പമ്പിങ് നടക്കുന്നത്. ഈ പമ്പിങ് ഇത് പ്രവർത്തിക്കുന്നത് റബ്ബ് പ്രവർത്തിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ വ്യക്തികളെയും. അതുകൊണ്ട് ആരുടെ കയ്യിലും അത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് സ്റ്റോപ്പാക്കാൻ അവൻ പറയുമ്പോൾ സ്റ്റോപ്പാകുന്നു, അത് ചലിക്കാൻ അവൻ പറയുമ്പോൾ ചലിക്കുന്നു. ലാ യസ്തഖ്ദിമൂന സഅതൻ വലാ യസ്തഅഖിറൂൻ. ഒരു നിമിഷം മുന്തുകയോ പിന്തുകയോ ഇല്ല. ഇതാണ് ഈ കാലം. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. മനുഷ്യഹൃദയം അവനോട് പറയുന്നു ഠിൻ 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 എന്ന് അടിക്കുമ്പോൾ പറയുന്നു, ഇതാ ഞാൻ നിന്നോട് വിടവാങ്ങി, ഇതാ ഞാൻ നിന്നോട് വിടവാങ്ങി. അത് പറഞ്ഞാൽ ഇപ്പോൾ അടിച്ച അടി ഇനി ഞാൻ അടിക്കൂല. എന്തുകൊണ്ട്? അള്ളാഹ് തീരുമാനിച്ചത് 3,50,000 അല്ലെങ്കിൽ 55,000 അടിയാണ് നിന്റെ ഹാർട്ട് നീ ജീവിക്കുന്ന സമയത്ത് അടിക്കേണ്ടതെങ്കിൽ ആ ഓരോ അടി അടിച്ചത് പിന്നെ മടങ്ങി വരൂല, പോയി തീർന്നു. അതാണ്. അപ്പോൾ ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. ജീവൻ കാലം എന്നൊക്കെ പറഞ്ഞാൽ ചിലരൊക്കെ പറഞ്ഞു പണ്ട് അത് സ്വർണ്ണമാണ്, അത് വെള്ളിയാണ്, അത് പവിഴമാണ്, അത് മാണിക്യമാണ്, അത് മുത്താണ്. അത് പലരും പലതും പറഞ്ഞു നോക്കി. യഥാർത്ഥത്തിൽ അതല്ല. യഥാർത്ഥത്തിൽ കാലം എന്ന് പറഞ്ഞാൽ അത് ജീവനാണ്. കാലം എന്ന് പറഞ്ഞാൽ അത് ജീവനാണ്.
അത് ജീവനാണ്. നമ്മുടെ ഓരോ ടൈമും നമ്മുടെ വിട വാങ്ങുമ്പോൾ നമ്മുടെ വിട വാങ്ങുന്നത് നമ്മുടെ ജീവനാണ്, ജീവിതമാണ്. എന്ന് മാത്രമല്ല, നാം വീട്ടിലേക്ക്, ഇവിടെ നിന്ന് താമസ സ്ഥലത്തേക്ക്, ഇവിടെ നിന്ന് പള്ളിയുടെ പുറത്തേക്ക്, ഇവിടെ നിന്ന് പുറത്തിറങ്ങുമെന്ന് ഉറപ്പുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്? 100 ആർക്കും തന്നെ ഉറപ്പില്ല. അങ്ങനെയുള്ള ദയനീയ ജീവിതമാണ് നാം ജീവിക്കുന്നത് എന്നതുകൂടി ഈ കാലത്തോട് കൂടി കൂട്ടിച്ചേർത്താൽ കാലത്തിന്റെ വില മനസ്സിലാക്കുന്നതോടൊപ്പം, കാലത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അപകടത്തിൽ പെടുമെന്നത് മനസ്സിലാക്കുന്നതോടൊപ്പം, ഈ കാലം ഏത് നിമിഷത്തിലും അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്നത് പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ബുദ്ധിജീവിയായി മാറി, എല്ലാ ടൈമിനും വില നൽകുന്ന ആളായി മാറി. അവന്റെ ജീവിതത്തിന് എന്തുണ്ടായി? മാനയുണ്ടായി, അർത്ഥമുണ്ടായി, പ്രശ്ന മനുഷ്യനായി. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ജീവിച്ചൊരു സമൂഹമാണ് 23 കൊല്ലം റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ മക്കയിലും മദീനയിലും കഴിച്ചുകൂട്ടിയ വിഭാഗം സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തെ നമ്മുടെ ഈ ഖുർആനിന്റെ കീഴിലേക്ക് അണിനിരത്തിയത്. ഈ ഖുർആനിന്റെ കീഴിലേക്ക് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ, ഏത് ഭാഗത്ത് പോയാൽ സൂര്യൻ എവിടെയുണ്ടോ അവിടെ ഇസ്ലാമുണ്ട്, ഏത് ഭാഗത്ത് പോയാൽ സൂര്യൻ അവിടെയുണ്ടോ അവിടെ ഇസ്ലാമുണ്ട്, അവിടെ ഖുർആനുണ്ട്. ആര് കാട്ടി, ആര് ചെയ്തു? ഈ ടൈമിന്റെ വില മനസ്സിലാക്കിയതായ നമ്മുടെ നേതാക്കൾ, ടൈമിന്റെ വില മനസ്സിലാക്കിയ നമ്മുടെ നേതാക്കൾ ഇവിടെ നിന്ന് ഹയ്യ അലൽ സ്വലാ എന്ന വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നത് പോലെ, ഹയ്യ അലൽ ജിഹാദ് എന്ന വിളി കേൾക്കുമ്പോൾ മദീനത്തുള്ള വീടുകളിൽ നിന്നിട്ട് കുട്ടികളെയും മക്കളെയും സന്താനങ്ങളെ ഒഴിവാക്കി ഓടും. ഭാര്യയുടെ മീതെ കിടന്നുകൊണ്ട് സംയോഗം ചെയ്യുന്ന വേളയിലാണ് ഹയ്യ അലൽ ജിഹാദ്, അല്ലാഹുവിന്റെ വഴിയിൽ പോരാടാൻ വരൂ എന്ന വാർത്ത കേട്ടപ്പോൾ പെണ്ണിനോട് പറയുന്നു, പെണ്ണെ പിന്നെ നമുക്ക് കാട്ടാം, ഇപ്പോൾ അള്ളാഹുവിന്റെ വിധിക്ക് ഞാൻ, അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് ഞാൻ മറുപടി നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിടവാകുന്നു. എന്താണ് രംഗം? സംയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില റിപ്പോർട്ടിലുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ രാത്രിയാണ്. നവദമ്പതികളാണ് എന്നർത്ഥം. നവദമ്പതികളാണ്, ആദ്യത്തെ രാത്രിയാണ്. അനുവാദം കിട്ടുന്നു. പിന്നെ ആവാമെന്ന് അവളും പറയുന്നില്ല. നോക്കൂ, ഇത് അവിടെ നിന്ന് വീട്ടുകാരിൽ നിന്നിട്ട് അനുവാദം കിട്ടുന്നു. അദ്ദേഹം പോയാലേ തീരുവെന്ന നിർബന്ധവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാണുന്ന ഉഹദ് പർവ്വതം നമ്മുടെ മുമ്പിലാണല്ലോ. ആ ഉഹദ് പർവ്വതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ജാബിറിനെ സമാധാനിപ്പിക്കാൻ പറയുന്നു, ജാബിറേ ബേജാറാവേണ്ടതില്ല, നിങ്ങളുടെ വാപ്പയുടെ ജനാസയുടെ മീതെ മലക്കുകളാണ് തണലിട്ടിരിക്കുന്നതെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വാപ്പയുടെ ജനാസയ്ക്ക് മലക്കുകൾ തണലിട്ടു. ഓരോരുത്തർക്ക് സംഭവിക്കുന്നതായ ആ പ്രത്യേകതകൾ റസൂൽ പറയുകയാണ്. അതിനിടക്ക് മഹാനായ ഹൻദല അൽ ഗസീലുൽ മലായിക, അതാ ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ മലക്കുകൾ കുളിപ്പിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ശുഹദാക്കളായവരെ കുളിപ്പിക്കേണ്ടതില്ലല്ലോ. ഇതിന് റിസൾട്ട് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരിയോട് ചോദിച്ചു നോക്കൂ എന്ന്. വീട്ടുകാരിയോട് ചോദിച്ചപ്പോൾ പറയുന്നു, ഞങ്ങള് രാത്രി സമ്പർക്കം പുലർത്തുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഹയ്യ അലൽ ജിഹാദ്, യുദ്ധത്തിലേക്ക് വരൂ എന്ന ഓർഡർ കേട്ടത്. അദ്ദേഹം ഉടനെ തന്നെ പുറപ്പെട്ടതായിരുന്നു. കുളിക്കാതെയാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. അതുകൊണ്ടാണ് നിർബന്ധ കുളി അവിടെ വെച്ചിട്ട് ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ട് മലക്കുകൾ അദ്ദേഹത്തെ കുളിപ്പിച്ചത്. നോക്കൂ, സഹാബാക്കളുടെ ഹിസ്റ്ററി പറയുന്ന ഏത് ഗ്രന്ഥം പരിശോധിച്ചാൽ പട്ടണത്തിൽ 100 കണക്കിൽ ഗ്രന്ഥങ്ങളുണ്ട്, 100 കണക്കിൽ വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നമ്മുടെ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇസാബ ഫീ തമീസ് സഹാബ എന്ന ഗ്രന്ഥം 12 വാല്യമുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം മഹാനായ ഹൻദലയുടെ പേര് പറയുമ്പോൾ ഗസീലുൽ മലായിക എന്നാണ് അദ്ദേഹത്തിന്റെ വിശേഷണ നാമം. ഗസീലുൽ മലായിക, മലക്കുകൾ കുളിപ്പിച്ച വ്യക്തി. മലക്കുകൾ കുളിപ്പിച്ച വ്യക്തി എന്ന് സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ ആ കുറിപ്പ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയുടെ തലക്കെട്ടിൽ എഴുതുകയാണ് നമ്മുടെ നേതാക്കൾ. അതൊക്കെ എന്തുകൊണ്ട് വരുന്നു? കാലത്തിന്റെ വില മനസ്സിലാക്കി. നമുക്ക് കാലത്തിന്റെ വില മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് എത്ര തന്നെ ഗുസ്തി കാണാൻ ടൈമുണ്ട്, 4 മണിക്കൂർ നീണ്ട സെക്സ് ഫിലിമോ അല്ലാത്ത ഫിലിമോ കാണാൻ ടൈമുണ്ട്, എത്ര തന്നെ നീണ്ട മണിക്കൂറുകൾ പന്ത് കളി കാണാൻ ടൈമുണ്ട്, ക്യാരം ബോർഡ് കളിക്കാൻ ടൈമുണ്ട്, എന്ത് തോന്നിവാസങ്ങൾ ചെയ്യാനും ടൈമുണ്ട്. ടൈമില്ലാത്തത് നമ്മുടെ മുമ്പിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യത്തിൽ മാത്രമാണ്. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പള്ളിയിലേക്ക് എത്തുന്ന കാര്യത്തിൽ, അവന്റെ വിധിവിലക്കുകൾ നടപ്പാക്കുന്ന കാര്യത്തിൽ, അവന്റെ ദഅവത്തിനെ, അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് ടൈമില്ല. അതിനോട് വിലയുമില്ല, നിലയുമില്ല. അതിനെ നാം നമ്മുടെ ഈ നിഘണ്ടുവിൽ ചേർത്തിട്ടേ ഇല്ല.
അതേ സമയത്ത് കാലത്തിന്റെ വില ലോകത്തിന് പഠിപ്പിച്ച മതം അത് ഈ മതം മാത്രമാണ്. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുകളെ തുടങ്ങുമ്പോൾ കാലത്തിനെ പറഞ്ഞുകൊണ്ട് സത്യവചനം ചെയ്യുന്നു. വൽ അസർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ മഹാനാശത്തിലാണ്. കാലത്തെ തന്നെയാണ് സത്യം, മനുഷ്യൻ മഹാനാശത്തിലാണ്. പറയും പോലെ കാലത്തിന്റെ വില മനസ്സിലാക്കി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാത്തത് കൊണ്ടാണ് നാശത്തിൽ. ഇല്ലല്ലദീന ആമനു, കാലത്തിന്റെ വില മനസ്സിലാക്കി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത് അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ വജ്ജഹ്തു പറയുന്ന തത്വം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറയുന്ന തത്വം, അത്തഹിയാതു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു എന്ന് പറയുന്ന അത്തഹിയാത്തുലുള്ള തത്വം, അല്ലെങ്കിൽ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, കേരളീയർ ഓതാറുള്ള ശൈലി. ആ പറയുന്ന തത്വം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന അല്ലാഹുവിനോടും അല്ലാഹുവിന് മാത്രം പ്രാർത്ഥന, അല്ലാഹുവിന് മാത്രം ആരാധന, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥന എന്ന തത്വം ഉൾക്കൊള്ളിച്ച ആ ഈമാനിന്റെ ഉടമ ഇല്ലല്ലദീന ആമനു, അവർ രക്ഷപ്പെടും, അവർ നഷ്ടത്തിലല്ല. വഅമിലുസ് സാലിഹാത്ത്, ആ വിശ്വാസത്തെ ആധാരമാക്കി അമൽ ചെയ്തുകൊണ്ട് ജീവിച്ചവരും രക്ഷപ്പെടും, അവരും നഷ്ടത്തിലല്ല. വതവാസൗ ബിൽ ഹഖ്, അവർ ഈ പഠിച്ച തത്വത്തെ തൗഹീദിനെ ലോകത്താരും ആരെയും പേടിക്കാതെ കൂസാതെ മടിക്കാതെ, ഉമ്മയാണെങ്കിൽ വാപ്പയാണെങ്കിൽ ഇളയപ്പയാണെങ്കിൽ മൂത്തപ്പയാണെങ്കിൽ നേതാവാണെങ്കിൽ ഫക്കീറാണെങ്കിൽ രാജാവാണെങ്കിൽ പ്രജകളാണെങ്കിൽ ആരെയും കൂട്ടാക്കാതെ ആ സത്യത്തെ സത്യം പോലെ പറഞ്ഞുകൊണ്ട് ജീവിക്കും അവർ, അതിൽ മടി കാട്ടുകയില്ല. വതവാസൗ ബിൽ ഹഖ്, സത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. വതവാസൗ ബിസ് സബ്ർ, ആ എത്തിച്ചു കൊടുക്കുമ്പോൾ വരുന്നതായ പ്രയാസത്തിന്റെ മുമ്പിൽ ക്ഷമ കൈക്കൊള്ളും. പ്രയാസം കല്ലേറ് വരും, അടി വരും, ഇടി വരും, കല്ലേറ് വരും, അപ്രകാരം ഭീഷണി വരും, കൊല ഭീഷണി വരും, അല്ലെങ്കിൽ ഒരു പക്ഷെ കൊല്ലപ്പെടുക തന്നെ ചെയ്യും. എന്നാലും അവരതിന്റെ മുമ്പിൽ ക്ഷമ കൈക്കൊള്ളും. ഈ 4 കാര്യം ചെയ്തവരല്ലാതെ കാലത്തിന്റെ വില മനസ്സിലാക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യം മനസ്സിലാക്കാത്തവരും ചെയ്യാത്തവരും നഷ്ടത്തിലും കഷ്ടത്തിലും പെട്ടവരാണെന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിൽ വളരെ ഷോർട്ട്. ഇനി ഒരാത്മപരിശോധന ഞാനും നിങ്ങളും നടത്തുക. ദൈനംദിനം 24 മണിക്കൂറിലൂടെ കാലത്തിന്റെ വില മനസ്സിലാക്കി റബ്ബിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എത്ര മണിക്കൂറുകൾ നാം ചെലവഴിക്കുന്നു? നമ്മുടെ മുമ്പിൽ എത്ര വിശാലമായ ടൈമുണ്ടായി? അതിൽ നിന്നിട്ട് എത്ര ടൈമാണ് നാം ഇസ്ലാമിക കാസറ്റ്, തൗഹീദ് പ്രചരിപ്പിക്കാനുള്ള കാസറ്റ്, അള്ളാഹനെ പരിചയപ്പെടുത്താനുള്ള കാസറ്റ്, CD, അല്ലെങ്കിൽ പുസ്തകം, അല്ലെങ്കിൽ ലേഖനങ്ങൾ, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ടൈം എത്രയാണ്? മക്കളെ ഇസ്ലാമിക ശിക്ഷണം നൽകാൻ വേണ്ടി ഉപയോഗിച്ച ടൈം എത്രയാണ്? നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവർക്ക് ഇസ്ലാമിക ശിക്ഷണം നൽകാൻ വേണ്ടി ഉപയോഗിച്ച ടൈം എത്രയാണ്? നാം സ്വയം ഇസ്ലാമിനെ പഠിക്കാത്തവരാണെങ്കിൽ പഠിക്കാൻ വേണ്ടി പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക്, എവിടെയെല്ലാം ദീനുണ്ട് അവിടെ ചെന്നിട്ട് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ, ഒഴിവാക്കി വെച്ചവർ ടൈമിൽ എത്രയാണ്? ഓരോരുത്തരും പരിശോധിക്കുക. എന്നിട്ട് ഒരു ആത്മപരിശോധന നടത്തി മറുപടി കണ്ടെത്തുക. വീഴ്ചയുണ്ടോ നികറ്റുക, കുറവുണ്ടോ കുറവ് മാറ്റുക. രക്ഷയില്ല, ഇപ്പോൾ അല്ലെങ്കിൽ നാളെ, അല്പം കഴിഞ്ഞാൽ ഇവിടുന്ന് വിട വാങ്ങേണ്ടി വരും, ഈ ഭൂമിയോട് വിട വാങ്ങേണ്ടി വരും. അവിടെ റബ്ബിന്റെ കൽപ്പന വരുന്നു റസൂലുള്ളാഹിന്റെ നാവിലൂടെ, ലൻ തസൂല ഖദമ അബ്ദ്, അടിമ 1 ഇഞ്ച് മുമ്പോട്ട് കാല് വെക്കാൻ പറ്റുകയില്ല അവനോട് കാലത്തെക്കുറിച്ച് ചോദിക്കാതെ എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. കാലത്തിനെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. അൻ ഉംരിഹി, അവന്റെ മുഴുവൻ 60 കൊല്ലം ജീവിച്ചതെങ്കിൽ 60 കൊല്ലം എത്രയാണ് അവന് ഭൂമിയിൽ കിട്ടിയ കാലം? ആ കാലത്തെ കുറിച്ചാണ് ആദ്യം ചോദ്യം. നീ നിന്റെ കാലം കൊണ്ട് എന്ത് കാട്ടി? കാലത്തിന് വില മനസ്സിലാക്കിയവർ രക്ഷപ്പെട്ടു. കാലത്തിന് വില മനസ്സിലാക്കാത്തവർ ഭൂരിപക്ഷം റസൂൽ പറയുന്നു അവരാണ് നഷ്ടപ്പെട്ടവർ. എന്നിട്ടോ ഈ ഉംർ എന്ന് പറയുന്ന വയസ്സിന്റെ അകത്ത് പെട്ടതാണ് ബാല്യപ്രായം. ആ ബാല്യപ്രായത്തെ അതിന് പ്രാധാന്യമുള്ളത് കൊണ്ട് അവന്റെ യുവത്വം തുളുമ്പുന്ന സന്ദർഭം എന്ത് കാട്ടി എന്നും ചോദിക്കപ്പെടും. കാലത്തിന് കാലത്തിന് അള്ളാഹ് 2 ഓഹരി വെക്കുന്നു. ഒന്ന് മൊത്തത്തിൽ കാലത്തെക്കുറിച്ചൊരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം നിനക്ക് ഞാൻ തന്ന 60 വയസ്സിലൂടെ, 50 വയസ്സിലൂടെ, 40 വയസ്സിലൂടെ നിന്റെ യുവത്വം എന്ന് പറയുന്ന ആ ചോരത്തളപ്പുള്ള സന്ദർഭത്തെ നീ എന്ത് കാട്ടിയടി? ഓരോ വ്യക്തികളോടും ചോദിക്കാതെ ഒരു കാലം മുമ്പോട്ട് വെക്കാൻ ഓർഡർ വരികയില്ല. നോക്കൂ, സൂറത്തുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ
വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അവരെ പിടിച്ചു നിർത്തൂ മലക്കുകളെ, അവരോട് മുന്നോട്ട് കുതിക്കാൻ അവർ അനുവദിക്കരുത് മലക്കുകളെ, അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട് എന്ന ആയത്ത് പരിശോധിച്ച് നോക്കുക. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന വാക്കിന്റെ ഗൗരവം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. അള്ളാഹു നമ്മെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രയാസപ്പെടാതിരിക്കാനുള്ളതായ ചുറ്റുപാട് നമുക്ക് ഈ ഭൗതിക ജീവിതത്തിലൂടെ നൽകട്ടെ നൽകട്ടെ നൽകട്ടെ. സഹോദരന്മാരെ സഹോദരികളെ, റസൂൽ പറയുന്നു നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ബഹുഭൂരിപക്ഷം ജനങ്ങൾ നഷ്ടത്തിലാണ്. എന്ത് കാര്യത്തിൽ? രണ്ട് നിഅമത്തിനെ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ. ഒന്ന് അസ്സിഹ, ആരോഗ്യം, അസ്സിഹ ആരോഗ്യം. രണ്ടാമത്തത് വൽ ഫറാഗ്. ഇന്നൽ ഫറാഗ വശബാബ വൽജദ മഫ്സദത്തുൽ ലിൽ മർഇ അയ്യ മഫ്സദ. കവി പറയുന്നു ഇന്നശബാബ വൽ ഫറാഗ വൽജദ മഫ്സദത്തുൽ ലിൽ മർഇ അയ്യ മഫ്സദ. യുവത്വം, ഒഴിവ്, യുവത്വം, ഒഴിവ്, കാശ്. ഇന്നൽ ഇൻസാന ലയത്ഗ. മനുഷ്യൻ എപ്പോഴാ തോന്നിവാസിയാവുക? അർറആഹുസ്തഗ്ന. അവന്റെ കൂടെ ഡോളർ ഉണ്ടാവുമ്പോൾ, അവന്റെ കൂടെ കാശുണ്ടാകുമ്പോൾ, അപ്പോഴാണ് തോന്നിവാസിയാവുക അധികവും. ഈ മൂന്ന് സാധനം മഫ്സദത്തുൽ ലിൽ മർഇ അയ്യ മഫ്സദ. മനുഷ്യനെ അങ്ങേയറ്റം ഫസാദാക്കാൻ ഉപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്ന് കവി പറഞ്ഞത് എത്രമാത്രം യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഇന്ന് മക്ക ഇമാമിന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് കാലം എന്ന വിഷയം പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ കേൾപ്പിച്ച വിശദീകരണം അദ്ദേഹം നൽകിയിട്ടില്ലെങ്കിലും അപ്രകാരം മദീന ഇമാമും ഈ ഒഴിവ് സമയത്ത് നാം അള്ളാഹുവിനെ പ്രീതിപ്പെടുന്ന കാര്യത്തിൽ അത് ഉപയോഗപ്പെടുത്തണം ഒഴിവ് സമയത്ത് എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഡോക്ടർ സലാഹൽ ബുദയ്യിർ ഇവിടെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ അവരുടെ മെമ്പറിന്റെ മീതെ വെച്ച് സംസാരിച്ചപ്പോഴും, അവരുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ അവർ പ്രസംഗിച്ച മെമ്പർ ഉണ്ടായ സ്ഥലത്തുള്ള മെമ്പർ പുതുമുഖങ്ങളായ സന്ദർശകരോ ഉംറക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം കേൾക്കുന്നവരിലോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ളത് ഇപ്പോൾ ഇല്ല, പിന്നെ ആ കാലഘട്ടത്തിലുണ്ടായ സ്ഥലത്തുള്ളത്. റസൂലുള്ളാഹിന്റെ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മെഹ്റാബ് ഉള്ള സ്ഥലത്ത് ഇപ്പോഴുള്ള മെഹ്റാബ് എന്ന അർത്ഥത്തിലേക്ക്. റസൂലുള്ളാഹിന്റെ മെമ്പർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മെമ്പർ പണ്ടുണ്ടായ സ്ഥലത്ത് ഇപ്പോൾ ഉള്ളതായ മെമ്പർ എന്ന അർത്ഥത്തിലേക്ക്, എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിലുള്ളത് എന്നർത്ഥമല്ല. സഹോദരന്മാരെ സഹോദരികളെ, അപ്പോൾ നാം എന്ത് പഠിച്ചു? മക്ക മദീന മെമ്പറിൽ തുടക്കം അങ്ങനെയാണ് എന്ന് ഞാൻ പലതവണ മടക്കി പറഞ്ഞല്ലോ. പിന്നെ എന്തായിരുന്നു വിശദീകരണത്തിൽ പറഞ്ഞത്? ഇന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന മഹാ അപകടത്തിന് ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒരു കാരണമാണ് പർദ്ദ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള അഴിഞ്ഞാട്ടം. അതുകൊണ്ട് ലീവ് സമയത്ത് മുസ്ലിം സഹോദരിമാര് അവരുടെ ടൈമിനെ എന്ത് ചെയ്യരുത്? പർദ്ദ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ളതായ അഴിഞ്ഞാടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തരുത്. മറിച്ച് അവർ നിർബന്ധിത അവസ്ഥയിൽ എവിടേക്ക് പോവുകയാണെങ്കിൽ ഇസ്ലാം അവരെ തടയുന്നില്ല. അവർക്ക് ചികിത്സിക്കാൻ പോകാം, അല്ലെങ്കിൽ സർക്കിറ്റ് ചെയ്യാൻ പോകാം, അല്ലെങ്കിൽ ചർച്ചബന്ധം ചേർക്കാൻ പോകാം, അവർക്ക് മെഹ്റമിനോട് കൂടി യാത്ര ചെയ്യാം. അതൊന്നും ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇസ്ലാം അവരെ നിർത്തിയ സ്ഥലത്ത് നിൽക്കണം എന്ന കാര്യത്തിൽ, പർദ്ദയുടെ കാര്യത്തിൽ അത് വളരെ ഊന്നിപ്പറഞ്ഞു. എത്രത്തോളം എന്റെ ശേഷം എന്റെ ഉമ്മത്തുകളിൽ ഞാൻ ഇത് ഒരു അപകടത്തെയും ഉപേക്ഷിച്ചു പോകുന്നില്ല, സ്ത്രീകളെ കൊണ്ടുള്ള അപകടം പോലെ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതെ, സ്ത്രീകൾ നിൽക്കേണ്ടിടത്ത് നിന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? മനുഷ്യന്മാരുടെ ഇടയിൽ വ്യഭിചാരം വ്യാപകമാകുന്നു, മനുഷ്യന്മാരുടെ കണ്ണ് സൂക്ഷിക്കാൻ സാധിക്കാതിരിക്കുന്നു, കാത് സൂക്ഷിക്കാൻ സാധിക്കാതിരിക്കുന്നു, അവരുടെ ഹൃദയം സൂക്ഷിക്കാൻ സാധിക്കാതെ വരുന്നു, അവരുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കാനും സാധിക്കാതെ വരുന്നു. അങ്ങനെയാകുമ്പോൾ അഴിഞ്ഞാട്ടം പുരുഷന്മാരുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും ഉണ്ടാകുന്നു. അങ്ങനെയാകുമ്പോൾ അത്തരം ജോലി ചെയ്യുന്ന, അത്തരം കൃത്യം ചെയ്യുന്ന വിഭാഗം പള്ളിയിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ മുസ്ലിങ്ങൾ അവരുടെ മെയിൻ ലക്ഷ്യത്തിൽ നിന്നിട്ട് ദൂരം പോകുന്നു. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിന്റെ കോപവും ശാപവും അവർക്ക് ഇറങ്ങാൻ അവർ കാരണമായി തീരുന്നു. കണ്ടില്ലേ, എന്താണ് തുടക്കം? സ്ത്രീകൾ പർദ്ദ ധരിച്ചില്ല എന്നതാണ് തുടക്കം.
സ്ത്രീകൾ പർദ്ദ പോലെ ധരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, നാടുകൾ തകരുന്നു, രാഷ്ട്രങ്ങൾ തകരുന്നു, അപകടങ്ങൾ വ്യാപകമാകുന്നു, എയ്ഡ്സ് വ്യാപകമാകുന്നു, അതുപോലെയുള്ള മുൻ ഉമ്മത്തുകളിൽ കേൾക്കപ്പെടാത്തതായ രോഗങ്ങളും വ്യാപകമാകുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ കണ്ണിൽ ഉണ്ണിയായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ആ മഹാ അപകടത്തിലേക്കായിരുന്നു മക്ക ഇമാമ എന്ന് വിശദീകരിച്ച് ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് സൂചിപ്പിച്ചത്. മുസ്ലിം സഹോദരിമാരെ മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹു ഖുർആനിൽ നമസ്കരിക്കാൻ സ്ത്രീ പുരുഷന്മാരോട് കൽപ്പിച്ച കൽപ്പനയെ പോലെയുള്ള കൽപ്പനയാണ് സ്ത്രീ പുരുഷന്മാരോടുള്ളതായ കൽപ്പന. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദൂന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിന്നാ എന്നീ കൽപ്പനകളും. അപ്പോൾ ഈ കൽപ്പനകൾ പർദ്ദയ്ക്ക് വേണ്ടി കൽപ്പിച്ച കൽപ്പന, നിസ്കാരത്തിന് വേണ്ടി, നോമ്പിന് വേണ്ടി, സക്കാത്തിന് വേണ്ടി ഖുർആനിൽ കൽപ്പിച്ച പോലെയുള്ള കൽപ്പനയാണ്. എങ്ങനെ നാം നമസ്കാരം നിർബന്ധമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്നുവോ അങ്ങനെ തന്നെ നാം പർദ്ദയെ മുസ്ലിം സ്ത്രീകൾ നിർബന്ധമായും പകർത്തേണ്ടതാണ്. അത് എങ്ങനെയെങ്കിലും ആയാൽ പോരാ, തലയിൽ ഇട്ടാൻ നിൽക്കാത്ത വസ്ത്രമായാൽ പോരാ, മുടി പുറത്താകുന്ന രൂപത്തിലായാൽ പോരാ. ഭംഗിയുള്ള സ്ത്രീകളും യുവതികളുമാണെങ്കിൽ അവരുടെ മുഖം വരെ അന്യപുരുഷന്മാരെ സൂക്ഷിച്ചു നോക്കുന്നു, വികാര നോട്ടം നോക്കുന്നു എന്ന് കണ്ടാൽ അവര് എഹ്റാമിലാണെങ്കിൽ വരെ അവരുടെ മുഖം മറക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നതെങ്കിൽ അല്ലാത്ത സന്ദർഭത്തിൽ പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? ഇത് വളരെ സൂക്ഷിക്കേണ്ട ഭാഗമാണ്. സ്ത്രീകൾ നിൽക്കേണ്ടടുത്ത് നിൽക്കുക എന്നത് സ്ത്രീകളുടെ മാത്രം ബാധ്യതയില്ല. അവരുടെ ഉത്തരവാദപ്പെട്ട വാപ്പമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ, ആരുടെ കസ്റ്റഡിയിലാണ് അവർ ജീവിക്കുന്നത്, അവർ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. പർദ്ദയിലായിരിക്കണം നമ്മുടെ കീഴിലുള്ള സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്നത്. കാരണം അവർ അഥവാ പർദ്ദ വലിച്ചെറിഞ്ഞാൽ നമ്മുടെ വീഴ്ച കാരണത്തിലാണ് വലിച്ചെറിയുന്നതെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ പാപത്തിനും അവരെ അന്യപുരുഷന്മാർ വികാര നോട്ടം നോക്കുന്ന ആ നോട്ടത്തിനെല്ലാം അവർക്കുള്ള കുറ്റം പോലെയുള്ള കുറ്റം കാരണക്കാരനായ നിനക്കും ലഭിക്കുമെന്ന വാർത്ത നീ ചിന്തിക്കണം, നീ ഓർക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ഇസ്ലാമിന്റെ കൽപ്പന, ഖുർആനിന്റെ കൽപ്പന ഫിറ്റാക്കാൻ വേണ്ടി നിർബന്ധിതരാണ് എന്നത് നാം മനസ്സിലാക്കും പോലെ പർദ്ദ അഭിമാന സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ചുമതലയാണ്, നമ്മോട് അല്ലാഹു പരലോകത്തിൽ ചോദിക്കുന്ന കാര്യമാണ് എന്നതുകൂടി നാം മനസ്സിലാക്കണം. ഇതായിരുന്നു യഥാർത്ഥത്തിൽ മക്കയിൽ നടന്ന ചർച്ചയുടെ ഷോർട്ടായ ഭാഗം. എന്റെ ശൈലിയിലാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതെങ്കിലും അല്ലാഹു അത് ശരിക്കും മനസ്സിലാക്കി നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ഭാര്യ പെൺകുട്ടികളുടെ ജീവിതത്തിലും നടപ്പാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. അഞ്ച് കാര്യത്തിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തുക. ശബാബക അല്ലെങ്കിൽ ഹയാതക ഖബ്ല മൗതിക. നിന്റെ കാലത്തെ, നിന്റെ ജീവിതത്തെ നിനക്ക് മരണമാസന്നമാകുന്നതിന് മുമ്പ്. ഇവിടെ എപ്പോഴും കേട്ട് പരിചയമുള്ള ആയത്തൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹ്യീകും വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. സൂറത്തുൽ അൻഫാലിൽ റബ്ബ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി, അല്ലാഹുക്കും അല്ലാഹുവിന്റെ ദൂതരുടെ കൽപ്പനയ്ക്കും നിങ്ങൾ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ മറുപടി നൽകുക. നിങ്ങൾ അവരെ വിളിക്കുന്ന സ്ഥലത്തുണ്ടാവണം. പള്ളിയിലേക്ക് നിങ്ങളെ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ പള്ളിയിലുണ്ടാവണം. അപകട സാധ്യതകളിലും മേഖലകളിലും നിങ്ങൾ പാടില്ല എന്ന കൽപ്പന വരുമ്പോൾ അവിടെ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വിനോദാഭാസങ്ങളും തോന്നിവാസങ്ങളും പൈങ്കിളി സാഹിത്യങ്ങളും സെക്സ് ഫിലിമുകളും അതുപോലെയുള്ള മതം പൊട്ടി ജീവിക്കുന്ന വിഭാഗത്തിന്റെ, അശ്രദ്ധരായി ജീവിക്കുന്ന വിഭാഗത്തിന്റെ ആ ചുറ്റുപാടിൽ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹ്യീകും. നിങ്ങളെ മരണപ്പെട്ടുപോയ, മരിച്ചുപോയ ഹൃദയത്തെ ജീവിപ്പിക്കുന്നതായ വിളിയാണ് അവരുടെ വിളി. എന്തുകൊണ്ട്? മതം ജീവനാണ്, ഇസ്ലാം ജീവനാണ്, അതിന് വിപരീതം മരണമാണ്. അതിന് ജീവിതം മരണത്തോട് തുല്യമുള്ളതാണെന്നാണ് ഖുർആൻ പറയുന്നത്. ലാ യസ്തവിൽ അഅമാ വൽ ബസീർ.
കാണുന്ന ആളും കാണാത്ത ആളും സമമല്ല. അതുപോലെ തന്നെ ജീവിക്കുന്ന ആളും ജീവിക്കാത്ത ആളും തുല്യമല്ല. അതെ, രാവും പകലും തുല്യമല്ല, ഇരുളും വെളിച്ചവും തുല്യമല്ല. അതുപോലെയാണ് ഇസ്ലാം പ്രകാശമാണ്. പ്രകാശവുമായിട്ടാണ് അല്ലാഹു റസൂലിനെ അയച്ചത്. ജിഅ്തുക്കും, നിങ്ങളിലേക്ക് ഞാൻ വന്നു, ബിൽ മഹജ്ജത്തുൽ ബൈദ, പ്രത്യക്ഷപ്പെട്ട പ്രഭയുമായിട്ട്. പ്രകാശം എപ്പോഴും പ്രകാശിക്കുന്നതാണ് മതം. അതിൽ ഇരുളേ ഇല്ല, അതിൽ വളവ് തിരിവില്ല. ജിഅ്തുക്കും ബിൽ മഹജ്ജത്തുൽ ബൈദ ലൈലുഹാ, അതിന്റെ രാത്രികൾ കനഹാരിഹാ, പകല് പോലെ തന്നെയാണ്. രാത്രിയും പകലും ഒരുപോലെ പ്രകാശിക്കുന്നതാണ് ഈ മതം. അതുകൊണ്ട് തന്നെ ലാ യസീഖു അൻഹാ, ഈ മതം വിട്ടുപോകുന്നവനും ഈ മതം ഒഴിവാക്കുന്നവനും ഈ മതത്തിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോകുന്നതും ഈ മതം അംഗീകരിക്കാതെ തള്ളുന്നവനും ആരാണ്? ഇല്ലാ ഹാലിക്, നശിച്ചവരിൽ നശിച്ച ആളാണ്. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്ന ഭാഗമാണ്. അപ്പോൾ നാം എന്ത് പഠിച്ചു വരുന്നു? കാലത്തിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടി റസൂൽ പറയുന്ന ശൈലിയാണ് ഇഗ്തനിം, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഖംസൻ, അഞ്ചെണ്ണത്തിനെ ഖബല ഖംസിൻ, അഞ്ചെണ്ണം വരുന്നതിന് മുമ്പായി. ഹയാതക ഖബല മൗതിക, ജീവനെ മരണം വരുന്നതിന് മുമ്പായി. വശബാബക, യുവത്വത്തെ. തർത്തീബ് തെറ്റും, ഓർമ്മയിൽ വരുന്നില്ല. തർത്തീബ് റസൂൽ പറഞ്ഞതുപോലെ അല്ലെങ്കിലും സംഗതി അഞ്ചെണ്ണം നാം പഠിക്കുക. ശബാബക്ക, നിങ്ങളുടെ യുവത്വത്തെ. ഖബല ഹറമിക്ക, നിങ്ങൾക്ക് ഹറമ്, തുമ്പിത്തുണ്ടല്ലോ വെടിയുമായി നടക്കുന്ന സമയം. അന്ന് മുതു വളയൂല, കാല് വളയൂല, കൈ വളയൂല, കണ്ണ് കാണൂല, വേണ്ടതുപോലെ ഒന്നും ചെയ്യാൻ സാധിക്കൂല. അതിനു മുമ്പ് ആ ചോരത്തിളപ്പുള്ള സമയത്തെ നീ ഉപയോഗപ്പെടുത്തുക. നാം പഠിച്ചല്ലോ അല്പം മുമ്പ്. എന്താണ് പരലോകത്തിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം? അൻ ഉംരിഹി, നിന്റെ വയസ്സ്. അതാണ് കാലം. അതെ, അതുപോലെ തന്നെ ശബാബക ഖബല സിഹതക ഖബല സഖമിക, നിന്റെ ആരോഗ്യത്തെ, നിനക്ക് രോഗം വരുന്നതിന് മുമ്പായി. ആരോഗ്യം, ഇപ്പോഴുള്ള ആരോഗ്യം അല്പസമയം കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ച് പറയും പോലെ തന്നെയാണ് സ്ഥിതി. എത്ര വ്യക്തികൾ നമ്മുടെ മുമ്പിൽ കൂടി നടക്കുന്നു, പെട്ടെന്നൊരു ഭാഗം കുഴഞ്ഞു പോകുന്നു, നിശ്ചലരാകുന്നു, ഭാഗം ചലിക്കുന്നില്ല, വിരിപ്പിൽ കിടക്കേണ്ടി വരുന്നു. എത്ര പേരാണ് നമുക്ക് പരിചയമുള്ളവര്, അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ചലിക്കാത്തത് കൊണ്ട് വിരിപ്പിൽ കടന്ന് കഴിച്ചു കൂട്ടുന്നു. അവസാനത്തെ പോക്ക് ഒരു വൃക്ഷ പോകലായിരിക്കും. സുഖപ്പെടാൻ വരെ ചാൻസ് ഇല്ലാത്തവരായിരിക്കും. അള്ളാഹു നമ്മിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെയെല്ലാം അള്ളാഹു അവർക്ക് ശമനം നൽകട്ടെ, സുഖപ്പെടുത്തട്ടെ. നമുക്കും അങ്ങനെയുള്ള അപകട രോഗങ്ങൾ നൽകാതെ നമുക്ക് മരണം വരേക്കും മതത്തിന് സേവനം ചെയ്തുകൊണ്ട്, റബ്ബിനെ പ്രീതിപ്പെടുത്തിയുകൊണ്ട്, റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തിയുകൊണ്ട് യഥാർത്ഥ മോമിനായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽ ആഫിയ, റസൂൽ പറയുന്നു, ആഫിയ വളരെ മുഖ്യമാണ്. ആഫിയത്തിൽ നിങ്ങൾ ചോദിക്കണം. ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ വൽ മുആഫത ദായിമ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. ആഫിയത്ത് വളരെ മുഖ്യമാണ്. ആഫിയത്ത് ഇല്ലെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, സ്വന്തം ഭാര്യ അയച്ച CD വരെ തലവേദന ഉണ്ടെങ്കിൽ നീ വായിക്കുകയില്ല. എന്തുകൊണ്ട്? ആരോഗ്യമില്ല എന്നതുകൊണ്ട്. പിന്നെ നമ്മുടെ സ്ഥിതി പറയാനുണ്ടോ? അതാണ്. അപ്പോൾ ആരോഗ്യം വളരെ മുഖ്യമാണ്. ആ ആഫിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ ഗിനാക ഖബല ഫഖരിക, നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ എന്നാണ് നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുക എന്ന് നിനക്ക് പറയാൻ പറ്റൂല. നീ സമ്പാദിച്ച ആ കാറ് നഷ്ടപ്പെടാൻ, ആ പേലസ് നഷ്ടപ്പെടാൻ, ആ സമ്പത്ത് കട്ടുപോകാൻ എല്ലാം സാധ്യതയുണ്ട് ഇവിടെ. നിനക്കത് എപ്പോഴും ഉണ്ടാകുമോ ഇല്ലേന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. കണ്ടില്ലേ, നോടിയിട കൊണ്ട് നിമിഷം പൂർത്തിയാകുന്നതിന് മുമ്പ് 80,000 75,000 എന്ന് നാം അറബിയിൽ പറയുന്നതായ ചലിക്കുന്നതായ വലിയ വലിയ പാലസുകൾ, വലിയ വലിയ കെട്ടിടങ്ങൾ ജപ്പാനിൽ. നിമിഷം തികഞ്ഞിട്ടില്ല കിലുക്കത്തിന്, ഭൂമി കിലുക്കത്തിന് 75,000 വീട് തകർന്നു. 30,000 പേരുടെ അഡ്രസ്സേ ഇല്ല. എന്തെങ്കിലും അല്ലല്ലോ, ലോകം കണ്ണുകൊണ്ട് കണ്ടതല്ലേ, അത് അല്പ ദിവസങ്ങൾക്ക് മുമ്പല്ലേ. അപ്പോൾ ആർക്കറിയാം അവന്റെ കൂടെയുള്ള ഫഖർ, ആരോഗ്യം, സിഹത്ത് ഇതെല്ലാം നിലനിൽക്കുമെന്ന് ആർക്കറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നശിപ്പിക്കാത്തത് നമ്മോട് അല്ലാഹുക്ക് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നാം കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം അല്ലാഹ് കണ്ട് പ്രീതിപ്പെട്ടത് കൊണ്ടല്ല. പിന്നെയോ ഈ ഇവിടെ കിടക്കുന്ന നമ്മുടെ അനിശ്ചിത നേതാവിന്റെ പ്രാർത്ഥനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? എൻ്റെ ഉമ്മത്തുകളെ പണ്ടുള്ളവരെ നശിപ്പിച്ചതുപോലെ ഒന്നടങ്കം നശിപ്പിക്കരുത് എന്ന് റസൂൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശിക്ഷാ നടപടികൾ ശിക്ഷയാണെങ്കിൽ അത് ഞാൻ പിന്നെ പരലോകത്തിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് ഖുർആൻ പറയാൻ കാരണം,
ലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം, ജനങ്ങളെ അവർ ചെയ്യുന്ന പരാക്രമത്തിന് പകരം ഇവർ ശിക്ഷിക്കുകയാണെങ്കിൽ മാത്രക്കാല വഹിരിഹാ മിൻ ദാബ്ബ, ഈ ഭൂമിയിൽ ഒരു ജന്തു ഉണ്ടാവില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴിവുകൽപ്പുണ്ടോ, നമ്മോട് അള്ളാഹ്ക്ക് എന്തോ ഒരു സ്നേഹം, അതുകൊണ്ടാണ് നമ്മെ ഒന്നും കാട്ടാത്തത് എന്നൊന്നുമല്ല കാരണം. അതൊന്നുമല്ല കാരണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. പക്ഷേ അള്ളാഹിന്റെ ദൃഷ്ടിയിൽ പെടാത്തതല്ല. അല്ലദീ യറാക, അവൻ നിന്നെ കാണുന്നുണ്ട്. ഹീന തഖൂം, നീ നിൽക്കുന്ന വേളയിൽ. വതഖല്ലുബക ഫിസ്സാജിദീൻ, നീ സുജൂദിൽ മുഴുകിക്കൊണ്ടിരുന്ന വേളയിലും നിന്നെ ഞാൻ കാണുന്നുണ്ട്. സുജൂദ് ചെയ്യുന്നവരോടൊപ്പം പള്ളിയിൽ കിടന്നുകൊണ്ട് നീ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ആ സന്ദർഭവും അടിമേ ഞാൻ നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു ഖുർആനിൽ. അവൻ വീക്ഷിക്കുന്നു, കാണുന്നു, അതിന് തക്കതായ പ്രതിഫലം അവിടെ കുറിക്കപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹ് കാണാതെ, കേൾക്കാതെ, അറിയാതെ, കുറിക്കപ്പെടാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നത് വിശ്വസിക്കുന്നവരല്ലേ നാം. പിന്നെ എങ്ങനെയാണ് നമുക്ക് സെക്സ് ഫിലിമിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗുസ്തിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമസ്കാരം കളാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുക? മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതായ പന്തുകളിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അള്ളാഹു വിളിക്കുന്ന വിളി അവഗണിക്കാൻ? അള്ളാഹ് വിളിക്കാണ്, വരൂ നമസ്കാരത്തിലേക്ക്, അല്ലാഹു അക്ബർ, അല്ലാഹ് മഹാനാണ്, ഹയ്യ അലസ്സലാ, നമസ്കാരത്തിലേക്ക് വരൂ. ഈ നമസ്കാരത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾക്ക് വിജയം കിട്ടും. നിങ്ങൾ യഥാർത്ഥത്തിൽ പള്ളിയിലേക്ക് വരുമ്പോൾ വിജയത്തിലേക്കാണ് വരുന്നത് എന്ന വിളി കേട്ടിട്ട് പോലും കേൾക്കാഭാവം നടിക്കുന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിൽ നിന്നിട്ട് ഉത്ഭവിക്കാൻ പാടുള്ളതല്ല. ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, ഭാവി ജീവിതത്തിൽ പകർത്താത്ത ഭാഗമുണ്ടെങ്കിൽ, വീഴ്ച വരുന്ന ഭാഗമുണ്ടെങ്കിൽ പകർത്താൻ വേണ്ടി പാടുപെടണം. സന്ദർശകർ എൻ്റെ സദസ്സിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സന്ദർശകർ മനസ്സിലാക്കണം, ലോകത്തിന്റെ മുമ്പിൽ ഈ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ മൂലാധാരമാകുന്ന സൂറത്തുൽ ബഖറ, ആല ഇംറാൻ, സൂറത്തുൻ നിസാ പോലത്തെ സൂക്തങ്ങൾ ഇറങ്ങിയതായ സ്വർഗത്തോപ്പുള്ള നാട്ടിലാണ് നിങ്ങളിപ്പോൾ. ആ സ്വർഗത്തോപ്പ് കേന്ദ്രമാക്കിയിട്ടാണ് ലോകത്തിൽ ഇപ്പോൾ വ്യാപകമായി കിടക്കുന്നതായ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി റസൂലും സഹാബത്തും 70ഓളം പോരാട്ടം നടത്തി. 28ഓളം പോരാട്ടത്തിൽ സ്വയം റസൂൽ പങ്കെടുത്തുകൊണ്ട് അധ്വാനിച്ചു. മുഴുപ്പട്ടിണിയിലൂടെയും അറപ്പട്ടിണിയിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ഹിജ്റയിലൂടെയും പ്രയാസത്തിലൂടെയും ആണ് നമുക്ക് ഈ മതത്തെ ഈ നാട്ടിലൂടെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു പോയത്. അങ്ങനെയുള്ള നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അന്ത്യവിഷമങ്ങളും നാട്ടിലേക്ക് വരുമ്പോൾ, അതേ സ്വർഗത്തോപ്പിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ സന്ദർശകർ മനസ്സിലാക്കണം, ഈ സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ല നാം ആ സകലം ലോക മുസ്ലിങ്ങൾ ആ സകലം ജീവിക്കുന്നതെങ്കിൽ അവർക്ക് സ്വർഗമില്ല എന്ന യാഥാർത്ഥ്യം. അള്ളാഹു ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുന്നവരിൽ ലോക മുസ്ലിങ്ങളെ ആ സകലം പെടുത്തട്ടെ. അതെ, അവസാനമായിട്ട് നമ്മുടെ വിഷയമാകുന്ന നീ 5 കാര്യത്തെ 5 മുമ്പ് ഉപയോഗപ്പെടുത്തണം. അതിൽ 5ാമത്തതായിട്ട് ഞാനിവിടെ കുറിച്ചത് റസൂലുള്ള പറഞ്ഞത് തർത്തീബായിക്കൊള്ളണമെന്നില്ല, ഞാൻ പറഞ്ഞു. എന്താണത്? ഓ ശബാബക, നിന്റെ യുവത്വത്തെ, ഓ ഫറാഖക, നിന്റെ ഒഴിവിനെ. നമ്മുടെ വിഷയമാണല്ലോ ഫറാഖ്. ഇന്ന് മദീന ഇമാം ഉണർത്തിയത് ഫറാഖാണ്. മക്ക ഇമാമിന്റെ പ്രസംഗ തുടക്കത്തിൽ പറഞ്ഞത് ഫറാഖാണ്. ഈ ഫറാഖ് മനസ്സിലാക്കിയും കൊണ്ട് ജീവിക്കുമ്പോൾ ഭക്തിയോടുകൂടി റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ അത് സഹായകമാകും എന്ന വിഷയമാണ് ഇവിടുത്തെ ചീഫ് മുഫ്തിയും സൗദി അറേബ്യൻ പണ്ഡിത സഭയുടെ തലവനും അറഫയിൽ പ്രസംഗിക്കാറുള്ളതായ മുഫ്തിയും ആയ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് ഇന്ന് റിയാദ് ബിഗ് ജുമാ മസ്ജിദിൽ പ്രസംഗിച്ച ഖുതുബ. അപ്പോൾ 3 ഖുതുബയുടെയും ഷോർട്ടായ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. 3ാമത്തെ ഖുതുബയുടെ ഉള്ളടക്കം റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ സംസാരിക്കുമ്പോൾ ദൈനംദിനം നിന്റെ ടൈമിന്റെ വില മനസ്സിലാക്കിയും കൊണ്ട് നീ ഒഴിവ് വരുന്ന വേളയിൽ ആ ഒഴിവ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇമാം ബുഖാരി പറയുന്ന ശൈലിയുണ്ട്. ഇഗ്തനിം ഫിൽ ഫറാഗി ഫദ്ല റുകൂഇ അസാ അൻ തകൂനൽ മൗതതു ബഗ്താ കം സഹീഹിൻ റഅയ്തു മിൻ ഗൈരി സുഖമിൻ ദഹബത് നഫ്സുഹു സഹീഹതു ഫൽതാ. ഇമാം ബുഖാരിയുടെ പദ്യമാണത്. ഇമാം ബുഖാരി പറയുന്നു, ഇഗ്തനിം ഫിൽ ഫറാഗി ഫദ്ല റുകൂഇ, നിനക്ക് ഒഴിവ് കിട്ടുമ്പോഴല്ല. നമ്മുടെ വിഷയമാണ്. ഞാൻ പദ്യങ്ങൾ പറഞ്ഞത് മടക്കി പറയുമ്പോൾ വിഷയത്തോട് യോജിച്ച ഭാഗമാണെങ്കിൽ നിന്റെ ടൈമിനെ, ഫറാഗിനെ നീ ഉപയോഗപ്പെടുത്തുക. എന്തിലൂടെ? ഇഗ്തനിം ഫിൽ ഫറാഗി ഫദ്ല റുകൂഇ, റുകൂഇന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട്. റബ്ബിന്റെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്യുമ്പോൾ ഒരു ഗ്രേഡ് പൊങ്ങി, 2ാമത്തെ ചെയ്യുമ്പോൾ 2ാമത്തെ ഗ്രേഡ് പൊങ്ങി,
ഒരാഴ്ച വിട്ടിട്ട് 2 സഹാബി മരിക്കുന്നു. ആദ്യത്തെ സഹാബിയുടെ പ്രത്യേകത എണ്ണിപ്പറയുന്നു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ. മറ്റാളുടെ പ്രത്യേകത അവഗണിച്ചതുപോലെ റസൂൽ ചോദിക്കുന്നു, ഈ ഒരാഴ്ച കഴിഞ്ഞ് മരിച്ച സഹാബിയുടെ സുജൂദുകളോ? മനസ്സിലാക്കിയോ? ഒരാഴ്ച കൂടുതൽ ജീവിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ സുജൂദ് ചെയ്തില്ലേ? അദ്ദേഹം കൂടുതൽ റുക്കൂഅ് ചെയ്തില്ലേ? കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തില്ലേ? അതോ? അപ്പോൾ എത്ര കൂടുതൽ മുസ്ലിം ഇവിടെ ജീവിക്കുന്നു അത്ര അവന്റെ ഗ്രേഡ് പരലോകത്തിൽ പൊങ്ങുന്നു എന്നർത്ഥം. വെറുതെ അല്ല, ഇത് മഹാബിസിനസ്സാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുമ്പോൾ അവിടെ വൃക്ഷം നടപ്പെടുകയാണ് നമുക്ക് വേണ്ടി. നമുക്കൊരു വൃക്ഷം ജീവിതത്തിൽ വാങ്ങാൻ പറ്റാത്ത ഒരു 10 സെന്റ് ഭൂമിയിൽ, ഒരു 20 സെന്റ് ഭൂമിയിൽ 10 തെങ്ങില്ലാത്ത മനുഷ്യൻ നമ്മുടെ കൂടെ എത്രയുണ്ട്? ആ പ്രത്യേകത അവിടേക്ക് എത്തിയാൽ അറിയുകയുള്ളൂ. സ്വർഗീയ ഈത്തപ്പന, സുബ്ഹാനല്ലാഹ്, അർശിന്റെ തണലിൽ നിൽക്കാനുള്ള ചാൻസ് എപ്പോൾ? പള്ളിയുമായി ബന്ധപ്പെട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കെന്ന് 2 ദിവസം മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു. അതാണ് ഇമാം ബുഖാരി പറയുന്നത്, ഇഗ്തനിം ഫിൽ ഫറാഗി ഫള റുകൂഇ അസാ അൻ തകൂനൽ മൗതതു ബഗ്ത. പെട്ടെന്ന് മരിക്കാൻ സാധ്യതയുണ്ടോ? പെട്ടെന്ന് മരിച്ച ഹാർട്ട് ഫെയിൽ ആയാൽ നിന്റെ കഥ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നിനക്ക്, അപ്പോൾ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ അല്ലാഹ് പറഞ്ഞതുപോലെ എന്ത്? റബ്ബിർജിഊൻ. അതിന്റെ അർത്ഥം വേറെ ആയത്തുകളിൽ അതേ അർത്ഥമുള്ള ആയത്താണ്. എന്നൊന്ന് മടക്കണമെന്ന് പറയുന്ന രംഗം. ഇസ്തജീബു ലില്ലാഹി വൽ റസൂലി എന്ന ആയത്ത് നിങ്ങൾ കേട്ടില്ലേ? ഇസ്തജീബു ലില്ലാഹി വലി റസൂലി, അള്ളാഹ്ക്കും റസൂലും നിങ്ങൾ മറുപടി നൽകുക. ഇദാ ദഅാക്കും, നിങ്ങളെ അവർ വിളിക്കുമ്പോൾ, ലിമാ യുഹീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതായ ആ സത്യത്തിലേക്ക്, ഈമാനിലേക്ക്, ഇസ്ലാമിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, മദീന ജീവിതം, മക്ക ജീവിതം, പണ്ട് റസൂലുള്ളാഹിയും സഹാബാക്കളും ജീവിച്ച ജീവിതത്തിലേക്ക്, റസൂലുള്ളാഹിയും സഹാബാക്കളും ജീവിച്ച ജീവിതത്തിലേക്ക്. വഅലമു, കേട്ടോളി, വഅലമു അല്ലാഹു വഅലമു എന്ന് പറയുമ്പോൾ നാം കേട്ടില്ലെങ്കിൽ പിന്നെ ആരാ കേൾക്കുക? വഅലമു, അറിയണം എന്റെ അടിമകളെ. അല്ലാഹ് പറയാണ് നമ്മളോട് അറിയാൻ, പഠിക്കണം, അറിയണം. പഠിക്കണം, എന്തറിയണം? അല്ലാഹ് പറയുന്നു, വഅലമു, അറിയുക, അന്നല്ലാഹ യഹൂദു ബൈനൽ മർഇ വഖൽബി, അല്ലാഹു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഇടയിൽ മറവിട്ട് കളയും. മനുഷ്യനെയും അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ മറവിട്ട് കളയും. എന്താ അതിന്റെ അർത്ഥം? നീ മരിക്കാൻ കിടക്കുന്ന വേളയിൽ അതുവരെ തോന്നിയാസായി ജീവിച്ചിട്ട് പിന്നെ നന്നായി മരിക്കാൻ വേണ്ടി നീ ഒരുങ്ങാണെങ്കിൽ അല്ലാഹ് വിടൂല. ഇതുവരെ പരാക്രമിയായിട്ട് ഇപ്പോഴാ ടൈം തന്നത് എന്ന് പണ്ട് ഫറോവയോട് ചോദിച്ച് നിങ്ങൾക്ക് പരിചയമില്ലേ? ഖുർആനാണ്, ഞാൻ പറയല്ല, ഖുർആനാണ്. ചില ആൾക്കാർക്ക് തോന്നലുണ്ട്, എന്ത്, ഈ ഒത്തം തുളുമ്പുന്ന സമയത്ത് ക്ലാസ്സിന് വിളിച്ചാൽ അതിനൊന്നും സമയമായിട്ടില്ല, ഇപ്പോഴൊന്നും താടി നരച്ചിട്ടില്ലല്ലോ, ഒന്ന് സുഖിക്കട്ടെ, ഒന്ന് ആസ്വദിക്കട്ടെ, ഒന്ന് ഉല്ലസിക്കട്ടെ എന്നൊക്കെയാണ് തൊള്ള കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവർത്തനം പറയുക. അല്ലാഹ് പറയുന്നു ഖുർആനിൽ, ഫറോവ തോന്നിവാസിയായി ജീവിച്ചു. മരിക്കാൻ കിടന്നപ്പോൾ അദ്ദേഹം ചെങ്കടലിൽ മുങ്ങുന്ന വേളയിൽ പറഞ്ഞ പദം നല്ല ഒന്നാം നമ്പർ തൗഹീദ്. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. എത്ര ക്ലിയർ! ഞാൻ വിശ്വസിച്ചു, ബനൂ ഇസ്രായേലുകളിൽ വിശ്വസിച്ച അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഞാൻ ഇലാഹല്ല, അതൊക്കെ തോന്നിയാസാണ് പറഞ്ഞത് എന്ന് ഞാൻ സമ്മതിച്ചു. അല്ലാഹ് ഏകനാണെന്ന് ഞാൻ സമ്മതിച്ചു. വഅന മിനൽ മുസ്ലിമീൻ, പോരാത്തതിന് ഞാനിതാ റബ്ബേ മുസ്ലിമാണ്. ജിബ്രീൽ പറയുന്നു റസൂലിനോട്, ഈ ആയത്ത് ഓതി കൊടുത്ത സമയത്തായിരിക്കാം, റസൂലേ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ. എന്താണ് ജിബ്രീലേ? ഞാൻ ആ കളിമണ്ണെടുത്തിട്ട് ആ ഫറോവയുടെ തൊള്ളയിൽ തള്ളിക്കൊണ്ട് ഈ വാക്ക് പറഞ്ഞ രംഗം. എപ്പോൾ അവൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ കളിമണ്ണെടുത്തിട്ട് തൊള്ളയിൽ തള്ളിയിട്ട് പറഞ്ഞു. അല്ലാഹ് ഖുർആൻ പറയുന്ന ആ ഭാഗം എന്ത്? ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ തോന്നിയത്? ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ സമയം കിട്ടിയത്? ഇതുവരേക്കും നീ എന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചതല്ലേ. നീ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി ജീവിച്ചാളല്ലേ.
അതുകൊണ്ട് ജീവിതം മുഴുവനും സെക്സ് ഫിലിം കണ്ട് തട്ടിപ്പ് നടത്തി, വെട്ടിപ്പ് നടത്തി, കട്ട്, വഞ്ചിച്ച്, വശീകരിച്ച്, വ്യഭിചരിച്ച്, കള്ളുകുടിച്ച്, പലിശ തന്ന് എന്തെല്ലാം രൂപത്തിൽ മൃഗതുല്യം ജീവിതം ജീവിച്ചിട്ട് മരിക്കാൻ പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേക്കാണ് എന്ന ഒരു വ്യാമോഹം ആർക്കും വേണ്ട. ഒന്നാമതായിട്ട് ഗർഗറത്തിന്റെ ടൈമിൽ തൗബ സ്വീകരിക്കുകയില്ല എന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാള് മരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പരലോകം കണ്ടു, അദ്ദേഹം സ്വർഗം കണ്ടു, അദ്ദേഹം നരകം കണ്ടു, അദ്ദേഹം മലക്കുകളെ കണ്ടു. ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തുന്ന വേളയിൽ നിങ്ങൾ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ നോക്കുന്നു, അവൻ കണ്ണുരുട്ടുന്ന വേളയിൽ. നിങ്ങൾ മനസ്സിലാക്കാണ്, ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുന്നു. മകൻ വിചാരിക്കാണ്, ഓ അവസാനത്തെ പോക്കല്ലേ, അവസാനത്തെ നോട്ടം എന്നെ വാപ്പ നോക്കുകയാണെന്ന് മകൻ. അല്ലാഹ് പറയാണ്, അല്ല, അതല്ല അവിടെ സംഭവിക്കുന്നത്. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും. നിങ്ങളെക്കാൾ ഞാനാണ് അവനിലേക്ക് അടുത്തത്. എന്റെ ശിക്ഷയാണ് അല്ലെങ്കിൽ എന്റെ രക്ഷയാണ്, എന്റെ മലക്കുകളാണ്, സ്വർഗമാണ്, നരകമാണ്, ലോകം, പുതിയ ലോകമാണ് അവന്റെ മുമ്പിൽ ഇപ്പോൾ. അത് കണ്ട് പ്രയാസപ്പെട്ടുള്ള നോട്ടമാണ് ആ നോട്ടം, എന്നല്ലാതെ നിങ്ങൾ നോക്കുന്ന നോട്ടമല്ല. ആ സന്ദർഭത്തിൽ തൗബ സ്വീകരിക്കൂല എന്നാണ്. ആ സന്ദർഭത്തിൽ റബ്ബേ, ഇതുവരെ ഞാൻ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചില്ല, കണ്ടതും കേട്ടതും പൂജിച്ചതാണ്. ക്രിസ്ത്യാനികൾ കാട്ടുന്നത് പോലെ യേശു ക്രിസ്തു കാക്കണം, ഈസ നബിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ മൊയ്തീൻ ശേഖയെ കാക്കണം, മമ്പ്രത്തങ്ങളെ രക്ഷിക്കണം എന്ന തോന്നിവാസം പറഞ്ഞ് ഞാൻ ജീവിച്ചതാണ്. നൂറുകണക്കിൽ പ്രാവശ്യം നീ നിന്റെ ഖുർആനിൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിനെ ഞാൻ കൂട്ടാക്കിയില്ല. അത് പറയുന്നവരെ ഞാൻ കല്ലെറിയാൻ പോയി, അത് പറയുന്നവരെ ഞാൻ അവഗണിച്ചു, അത് പറയുന്നവരെ ഞാൻ ശകാരിച്ചു, അത് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു നടന്നു. ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, നിന്റെ കയ്യിലാണ് ശക്തി, നിന്റെ കയ്യിലാണ് കഴിവ്, നിന്നോടല്ലാതെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല, അത് മഹാപാപമാണ്. അതുകൊണ്ട് ഇതാ ഞാൻ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഫറോവയുടെ തൊള്ളയിലേക്ക് മണ്ണ് തള്ളിയതായ ആ മലക്കുകളെ പോലത്തെ മലക്കുകൾ അവിടെയുമുണ്ട്. ചാൻസ് കിട്ടൂല എന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു സൂറത്തുൽ അംഫാലിൽ പറയുന്നത്. വഅലമു, അറിയണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, മനുഷ്യനെയും അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ അല്ലാഹു മറവിട്ട് കളയും. നിങ്ങൾ എന്റെ കോർട്ടിൽ നാളെ വരും, നിങ്ങൾ എന്റെ സദസ്സിൽ നാളെ വരും, നിങ്ങൾ എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടപ്പെടും. അന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും, എന്താ ഭൂമിയിൽ ചാൻസ് കിട്ടിയില്ലേ, ടൈം കിട്ടിയില്ലേ, എന്നെ മനസ്സിലാക്കാൻ, എന്നെ പഠിക്കാൻ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ, സത്യം ഉണ്ടായിരുന്നല്ലേ, ഇതൊക്കെ ഉള്ളതോടുകൂടി നിങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലാക്കാൻ ബുദ്ധി ഞാൻ തന്നില്ലേ? ഒരു ബുദ്ധി മാത്രം കൊണ്ട് ഉപയോഗപ്പെടുത്തിയാൽ അയ്യപ്പാ ശരണ എന്ന് കാഫര്യങ്ങൾ പറയുന്നത് പോലെ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ മാപ്പളമാരെന്ന് പറയുന്നവരും വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതുപോലെ തന്നെ ഇതും അള്ളാന്റെ ലിസ്റ്റിൽ. ഇത് മനസ്സിലാക്കാൻ ചോറ് നിന്ന ബുദ്ധി പോലെ. അതിനിപ്പോ ഇൽമ് പഠിക്കാനോ അല്ലെങ്കിൽ പള്ളി ദർസിൽ പോകാനോ കോളേജിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൽ അത അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ എന്ന ആയത്തിൽ ഇന്ന ഹദൈനാഹു സബീല, ഇതാ നിങ്ങൾക്ക് ഞാൻ വഴി ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഇമ്മ ശാകിറൻ, ഒന്നിരിക്കലോ ശരിക്ക് ചിന്തിച്ചിട്ട് നല്ല വഴി, നന്ദിയുള്ളവരുടെ വഴി അംഗീകരിക്കുക. ഒയിമ്മ കഫൂറ, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കഫൂറ, നന്ദി കേടുള്ളവരുടെ, അള്ളാനെ തരം താഴ്ത്തി, അള്ളാനെ വില വെക്കാതെ, നിങ്ങൾ ഞാനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ അള്ളാഹുവിനെ ആദരിക്കുമ്പോണ്ടതുപോലെ നിങ്ങൾ ആദരിക്കുന്നില്ല. ശക്തികളെ മുഴുവനും അവൻ ശക്തിക്കുക, അവർക്ക് ആഫിയത്ത് അവൻ നൽകുക, അവർക്ക് ഭക്ഷണം അവൻ നൽകുക, അവർ ശ്വാസം കഴിക്കുന്ന ശ്വാസം വായു വരെ അവൻ നൽകുക. എന്നിട്ട് കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ എന്നോട് തുല്യപ്പെടുത്തി അവരോടും കൂടി വിളിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹ്ക്ക് ദേഷ്യം വരാതിരിക്കുമോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു എല്ലാവരെയും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. നമ്മുടെ ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. ഏതായാലും മൂന്നാമത്തെ ഖുത്ബയിലേക്കും ഞാൻ കടന്നു. അഥവാ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിന്നിലൂടെയാണ് ഇറങ്ങിയത് എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉംറക്ക് വരാനുള്ള വിസ തന്നത് നീയാണ്, ഹജ്ജിന് വരാനുള്ള വിസ തന്നത് നീയാണ്, സൗദി അറേബ്യയിലേക്കുള്ള വിസ തന്നത് നീയാണ്, ഗൾഫിലേക്കുള്ള വിസ തന്നത് നീയാണ്, എനിക്ക് സമ്പത്ത് നൽകിയത് നീയാണ്, ഭാര്യയെ തന്നത് നീയാണ്, മക്കളെ നൽകിയത് നീയാണ്, ആരോഗ്യം നൽകിയത് നീയാണ്, ഒഴിവ് നൽകിയത് നീയാണ്, എൻ്റെ കൂടെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നീയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ റബ്ബേ നിനക്ക് മാത്രം
മാത്രമാണ് റബ്ബ് പറയുന്നു. റസൂൽ പറയാണ്, റബ്ബ് പറയുന്നു ഹമിദനി അബ്ദി, എന്റെ അടിമ എനിക്ക് സ്തുതികീർത്തനം ചെയ്തു. അർ-റഹ്മാനിർ റഹീം, അവൻ പരമകാരുണികനാണ്, കരുണാനിധിയാണ്. റബ്ബ് പറയുന്ന അടിമയോട് അതേ സമയത്ത് ഓരോ അടിമയോടും ദൈനംദിനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വാർത്തയാണ് കൂട്ടരെ. സഹീലാണ് സംഭവം, എന്തെങ്കിലുമല്ല റബ്ബ് പറയുന്നതാണ്. അസ്നാ അലയ്യ അബ്ദി, എന്നെ പൊഴുത്തി വാഴ്ത്തി പറഞ്ഞു എന്റെ അടിമ. അർ-റഹ്മാനിർ റഹീം കഴിഞ്ഞ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്നതായ ആ മഹാമഹ്ശറ എന്ന ദിവസത്തിന്റെ ഉടമ അവൻ റബ്ബാണ്, അല്ലാഹുവാണ് എന്ന അല്ലാഹുവിനെ പുകഴ്ത്തുമ്പോൾ അല്ലാഹു പറയുന്നതാണ് അടിമയോട് മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തി. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ ശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഹദാ ലി അബ്ദി ഹദാ ബൈനി വ ബൈന അബ്ദി, ഇത് എന്റെ അടിമയുടെയും എന്റെയും ഇടയിലുള്ളതായ ബന്ധമാണ്. അത് അവൻ എനിക്ക് പുലർത്തി, എനിക്ക് മാത്രം അവൻ ആരാധന നൽകി, എന്നോട് മാത്രം അവൻ പ്രാർത്ഥിച്ചു എന്ന് അല്ലാഹു പറയുന്നതാണ്. അങ്ങനെ പറയുന്ന വേളയിൽ അടിമയോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ ഹദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് എന്റെ അടിമക്കുള്ളതാണ്, അടിമ ചോദിച്ചത് അവന് ഞാൻ നൽകുന്നതാണ്, ഇത് അടിമക്കുള്ളതാണ്. ഒലി അബ്ദി മാ സഅൽ, ഇതൊക്കെ സമ്മതിക്കുന്ന അടിമക്ക് ഞാൻ ചോദിച്ചത് കൊടുക്കുന്നു. ഒലി അബ്ദി മാ സഅൽ എന്ന് റബ്ബ് പറയും ഓരോ നമസ്കാരക്കാരനോട്. ഇതാണ് ദൈനംദിനം നാം നമസ്കരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നത് ഓർത്തുകൊണ്ടാണ് നിങ്ങൾ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നതെങ്കിൽ എത്ര പറക്കും പോലെ തോന്നൂല കൂട്ടരെ. പള്ളിയിൽ പറക്കും പോലെ തോന്നൂല കൂട്ടരെ, നമസ്കരിക്കുമ്പോൾ പറക്കും പോലെ തോന്നൂല കൂട്ടരെ. ആത്മീയമായിട്ട് അതെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാത്തത് പലപ്പോഴും ഖുശൂ ഇല്ല, ഭക്തിയില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള നമസ്കാരമായി മാറുന്നില്ല എന്നതാണ്. ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രയാസമുള്ളവരുടെ പ്രയാസമല്ല നീക്കട്ടെ, രോഗമുള്ള രോഗത്തല്ല മാറ്റട്ടെ. അപ്രകാരം മരിച്ചവർ നമ്മിൽ നിന്നിട്ട് അവർക്ക് അല്ല പുറത്തു കൊടുക്കട്ടെ. നാം മരിക്കുമ്പോൾ നമുക്കും മാഫി തരട്ടെ, അവരോടൊപ്പം നമ്മെ അല്ല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ മഹാ സദസ്സിലേക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് ദൂരെ നിന്ന് അകലെ നിന്ന് പങ്കെടുക്കാൻ വേണ്ടി വരുന്നവരും അതുപോലെ ഈ സാധുവിന്റെ ശബ്ദം നെറ്റിൽ കൂടി കേൾക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ട് കേൾക്കുന്നവരും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകളെ പ്രീതിപ്പെട്ടുകൊണ്ട് നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാവട്ടെ. നെറ്റിൽ കൂടി കേൾക്കുന്ന മറ്റു മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവർക്ക് ഈ പുണ്യഭൂമിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم من أرادنا وأراد دعوتنا وأراد إسلامنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فأشغله في نفسي، اللهم اجعل تدبيره تدميرا، اللهم دمره يا قهار، أهلكه يا جبار، اللهم فل حده وأقلل عدده، اللهم لا تبلغه الآمال، اللهم انصر من نصر الدين واخذل من خذل الدين، انصر من نصر الدين واخذل من خذل الدين. اللهم صل على محمد وعلى آل محمد، أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.